വണ്ടികളൊക്കെ ഓഫ് റോഡ് പോകാൻ ഹെൽപ്പ് ചെയ്യണം. 4x4 സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതൊരു 4x4 വണ്ടിയുടെ മോഡിൽ നിന്നുള്ള വ്യൂവിന്റെ റെഫറൻസ് ആണ്. ഇതാണ് എഞ്ചിൻ. ഇവിടുന്ന് ഡ്രൈവ് നേരെ വരുന്നത് ബാക്കിലത്തെ ഡിഫറൻസിലേക്കാണ്. ഇതിന്റെ ബാക്കിലത്തെ 2 വീലും ഇതിന്റെ ഫ്രണ്ടിലത്തെ 2 വീലും. ഈ കാണുന്നതാണ് ഇതിന്റെ ട്രാൻസ്ഫർ കേസ് വരുന്നത്. നോർമലി റിയൽ വീൽ ഡ്രൈവ് വണ്ടികൾക്കായിരിക്കും 4x4 വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നത് നേരെ എഞ്ചിനിൽ നിന്ന് ഇത് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് നേരെ വരുന്നത് ബാക്കിലത്തെ ഡിഫറൻസിലേക്കാണ്. രണ്ടിനും നടക്കായിരിക്കും ട്രാൻസ്ഫർ കേസ് ഇരിക്കുന്നത്. ട്രാൻസ്ഫർ കേസ് ഇവിടെയാണ് വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്ക് ഉള്ള ഷാഫ്റ്റ് പോകുന്നത്. ഇവിടെ ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് വരുന്നത്. ഇവിടുന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നേരെ ഫ്രണ്ടിലത്തെ ഡിഫറൻസിലേക്ക് ആയിരിക്കും കണക്ട് ആയിരിക്കുന്നത്. ഈ ഡിഫറൻസിലാണ് ഫ്രണ്ടിലത്തെ 2 വീലുകളും ഡ്രൈവ് ചെയ്യുന്നത്. വീൽ ഡ്രൈവ് വണ്ടികൾക്ക് എപ്പോഴും വരുന്നത് ലോഞ്ചിറ്റ്യൂണൽ എഞ്ചിൻസ് ആയിട്ട് എഞ്ചിൻ മോഡൽ ഇരിക്കുന്നത് ഫ്രണ്ട് ടു ബാക്ക് ആയിരിക്കും. സിലിണ്ടർ 1, 2, 3, 4 ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് വരുന്നത് ഇവിടെ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ കേസ് നടക്ക് വരുന്നതും അവിടെ നിന്ന് നേരെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഫ്രണ്ടിലേക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ചു വരുന്നത്. അതായത് ഡ്രൈവ് ഇങ്ങനെ പോയിട്ട് നേരെ തിരിച്ച് ഇതേപോലെയാണ് വരുന്നത്. അതായത് ട്രാൻസ്ഫർ കേസിന്റെ അകത്താണ് നമ്മൾ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നത്. അതായത് 2 വീൽ ഡ്രൈവ് ആണോ 4 വീൽ ഡ്രൈവ് ആണോ, 2 ഹൈ ആണോ ലോ ആണോ, 4 ഹൈ ആണോ ലോ ആണോ, ലോക്ക് ഡിഫറൻഷ്യൽ വേണോ, അതെല്ലാം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫർ കേസിന്റെ അകത്തുനിന്നാണ്. ട്രാൻസ്ഫർ കേസിന്റെ വർക്കിംഗ് വീഡിയോ